ഞാനിതേ ലൂബിക്ക് അച്ചാറുണ്ടാക്കാൻ പോകാം കേട്ടോ. ലൂബിക്കാന്ന് ഞങ്ങളങ്ങനെയാ കേട്ടോ പറയണേ. പിന്നെ ലൗലോലിക്കാന്നൊക്കെ പറയും ചില നാട്ടിൽ. ഒത്തിരി എന്താ പറയുക, ഇപ്പോൾ അതാ സീസണാണ്. ഇപ്പോൾ ചാമ്പയ്ക്ക, ലൗലോലിക്ക ഇതിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ വെറുതെ വീണ് പോകുമല്ലേ, നമുക്ക് കുറച്ച് അച്ചാറിട്ടേക്കാം. വൈനുണ്ടാക്കിയാൽ നല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വൈനുണ്ടാക്കിയിരുന്നു, അത് അടിപൊളി വൈനായിരുന്നു. അപ്പോൾ കുറച്ചെടുത്ത്, കുറേ പച്ചയാട്ടോ, ഇതൊക്കെ പച്ചയായിട്ട് ഞാൻ പഴുത്തൊക്കെ കുറച്ച് മാറ്റി വെച്ചു. ഇനി അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് അച്ചാറുണ്ടാക്കും. അപ്പോൾ നോക്കല്ലേ. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നല്ലെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളകൊക്കെ വറുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് നന്നായിട്ട് ശരിക്കും ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് എന്താ പറയുക, പൂപ്പൽ വരും എന്നൊക്കെ പറയില്ലേ അച്ചാറിൽ. അത് ഇതൊക്കെ ഇങ്ങനെ പാകമായിട്ട് വന്നില്ലെങ്കിലാണ്, കണ്ടില്ലേ നല്ല കളർ വന്ന് മാറിയത് കണ്ടോ, ഇതുപോലെ ചുവന്ന് വരണം. എന്നിട്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത്, പിന്നെ മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ട്, കാരണം പച്ചമുളകിനൊക്കെ നല്ല എരിവുണ്ടാവുമല്ലോ. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഉലുവ ചേർത്തു, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഒന്ന് ചെറുതാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിരുന്നു. എന്താ അറിയാമോ, ഇതിന് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി, പിന്നെ കുറച്ച് ഗ്രേവി കിട്ടണ്ടേ. പിന്നെ കഴുകി തുടച്ച് വെച്ചിരുന്ന ലൂബിക്കയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ആ പാത്രത്തിൽ നിന്ന് എടുത്തൊഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണത്. അപ്പോൾ പിന്നെയും കുറച്ചും കൂടി ഒഴിച്ചു. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഇപ്പോൾ സിമ്മാക്കി ഇരിക്കുക കേട്ടോ. ഇനി ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ഒരുപാട് തിളപ്പിച്ച് അങ്ങോട്ട് വെന്ത് പോവരുത്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ശർക്കരയും കൂടി ചേർത്തു. അത് എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഒരു ചെറിയൊരു മധുരം, ആ പുളിക്കനുസരിച്ച് ഒരു മധുരം ഉണ്ടാവാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു, ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ അച്ചാർ ഉപയോഗിച്ച് തുടങ്ങാം അല്ലേ. അപ്പോൾ അങ്ങനെ ലൂബിക്ക അച്ചാർ കഴിക്കാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, കാരണം എന്തുമാത്രം വീണു പോണതില്ലേ. അങ്ങനെ നല്ലൊരു ലൂബിക്ക അച്ചാർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ചോറ് ഉണ്ണുമ്പോൾ കഴിക്കാം.